അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇല്ല. സാധാരണഗതിയിൽ നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിന് എല്ലാ കാര്യങ്ങളും ടെൻഡർ ചെയ്താണ് ചെയ്യാറുള്ളത്. സ്റ്റേജ് കിട്ടുന്നതും അതുപോലെ ഭക്ഷണമായിരുന്നാലും എല്ലാം ഒരു ഓപ്പൺ ടെൻഡറിലൂടെ ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. പഴയടം നമ്പൂതിരിയും ഓപ്പൺ ടെൻഡറിലൂടെ തന്നെയാണ് പങ്കെടുത്തയാൾക്ക് അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിവാദമല്ല. അദ്ദേഹം വളരെ നന്നായി തന്നെ അവിടെ അദ്ദേഹത്തിന് ഏറ്റ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഉത്തരവാദിത്വം നിർവഹിച്ചെന്ന് മാത്രം പറഞ്ഞാലും പോരാ. ഒരു ദിവസം വൈകുന്നേരം 5 മണി വരെ 30,000 പേർക്ക് ഭക്ഷണം കൊടുത്തു. വരുന്നവരാരും നിരാശപ്പെടുത്തി വിടുന്നില്ല. വരുന്നവരെല്ലാം പഴയടം നമ്പൂതിരിയുടെ ഒരു ഫുഡ് ഒന്ന് രുചിച്ചു നോക്കാമെന്നുള്ള നിലയിൽ വരുന്നതാണ്. അപ്പോൾ ആ അവസരത്തിലാണ് നമ്മുടെ ഈ നോൺ വെജിറ്റേറിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച നടന്നത്. ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏതാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച വന്നു. അപ്പം ഞങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ കാര്യങ്ങളിത് കടന്ന് ചർച്ച ചെയ്തപ്പോൾ അന്തം വിട്ടുപോയി. നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല, അത് നമുക്ക് നന്നായി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ 239 ഇനങ്ങളുണ്ട്. അതിൽ പല ഇനങ്ങളും ഡാൻസാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ആലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏതാനും വിരലെണ്ണാവുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മറ്റോ പിന്നെ പഴയടത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് അദ്ദേഹത്തിന് വിഷമം തോന്നി. ഒരു ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എത്രയും നാളുകളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇവിടെ സ്കൂൾ യുവജനോത്സവത്തിൽ നോൺ വെജിറ്റേറിയൻ കൊടുത്തതാണ്. ഇവിടെ തന്നെ കൊടുത്തതാണ്. ഇത് പിന്നെ ഒരു വിവാദവും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുള്ളൂ. അതൊന്നും സമൂഹത്തിലോ പങ്കെടുത്ത 14,000 വിദ്യാർത്ഥികൾക്കോ അവിടെ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഇടയിലോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം യുവജനോത്സവത്തിൻ്റെ സമയത്ത് ഇതുപോലെ ടെൻഡർ പങ്കെടുക്കുന്നവർ പങ്കെടുക്കും. അപ്പോൾ ഈ പുതിയ മാനുവലിൽ ആയിരിക്കും നടക്കുന്നത്. എന്തിനാ നിങ്ങളെന്താ പറയുന്നത്? സർക്കാരിന് ഏതെങ്കിലും ഒരാൾ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറല്ലെന്ന് പറഞ്ഞാൽ സർക്കാരിന് എന്താ കാര്യം? ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിവുള്ള ആൾക്കാർ ചുമതലപ്പെടുത്തും, അത്രയേ ഉള്ളൂ. അതൊന്നും മെനു ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ ഇവിടെ. അതൊന്നും അല്ല, അതൊന്നും ഒരു വിഷയമായിട്ട് ഭക്ഷണത്തെപ്പറ്റി ആർക്കും പരാതിയില്ലല്ലോ ഇവിടെ. ഇത്തരത്തിലുള്ള ഒരു വിവാദം അനാവശ്യമാണ് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത്. ഉറപ്പല്ലേ? അതിനെപ്പറ്റിയൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ പാവപ്പെട്ട നല്ല മനുഷ്യനായ പഴയടം നമ്പൂതിരിയെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതെല്ലാം ഒരു അതിവിപ്ലവകരമായ കാര്യം മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വർഷം മുതൽ ഈ നോൺ വെജിറ്റേറിയനും കൊടുക്കാനില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് പരിഗണിക്കും വെച്ചാൽ ഒരു പ്രത്യേക ഒരു കമ്മിറ്റി വെച്ച് പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും.